ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് പർപ്പിളിൽ നിന്ന് അത്യാവശ്യം വലിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? അല്ല, പർപ്പിളിൽ നിന്ന് കൊറിയർ വന്നിട്ടുണ്ടെന്നുള്ള ശരിയാണ്, ബട്ട് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഡെലിവറി ആയി എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ തുറന്നപ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ബട്ട് ഞാനിത് ഓർഡർ ചെയ്തതല്ല. സോ ഇതെനിക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇത് വന്നിട്ട് ലാക്മിയുടെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. ഗൈസ്, അടിപൊളി ഒരു ഐറ്റം തന്നെ പറയണം കേട്ടോ. കാരണം വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സൺസ്ക്രീൻ. ഞാനത് അപ്രൂവ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പ്രൊഡക്ട്സിലേക്ക് കടക്കാം. ഇത് കാർമസിയുടെ ഫേഷ്യൽ റൈസേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാം. ബട്ട് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. സോ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്, മാർസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റ്. സോ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് സെയിം ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഐറ്റം. സോ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പം ഈ കളറിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊരു കളർ എടുത്തങ്ങ് ഉപയോഗിച്ചതാണ്. ബട്ട് സ്റ്റിൽ ബാക്കി കളേഴ്സൊക്കെ അടിപൊളിയാണ്. നല്ല നല്ല ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ പറയാമല്ലോ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കളേഴ്സൊക്കെ ആയിട്ട് ഞാനതിനോട് എഗ്രി ചെയ്യുന്നു. അപ്രൂവ്ഡ് പ്രൊഡക്റ്റാണ് ഗൈസ്. പിന്നെ ആസ് യൂഷ്വൽ ബില്ലുണ്ടായിരുന്നു, അതും സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ വന്നിട്ട് മാഴ്സിൻ്റെ തന്നെ ഡ്രിപ്പ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം എൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം എപ്പോൾ തുറന്നാലും അതിൽ ആഡ് വരുന്ന ഐറ്റമാണിത്. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നതാണ് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. ബട്ട് ഇപ്പോഴാണത് പറ്റിയത്. സോ ഞാനത് ഫൈനലി വാങ്ങിച്ചു. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല ഗൈസ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചറും അടിപൊളിയായിരുന്നു. ഇതും കൂടി ഇട്ടപ്പോഴത്തേക്ക് ആ കളർ വല്ലാണ്ടങ്ങ് ഇറച്ച് നിൽക്കുന്നുണ്ടല്ലേ. സോ ഞാൻ അവസ്ഥ മനസ്സിലാക്കുന്നു. പിന്നെ വന്നിട്ട് ഇതും NYBയുടെ ഒരു നെയിൽ പോളിഷാണ്. ഇതെനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ്. ബട്ട് ഞാനതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ബിക്കോസ് അത് ഉണങ്ങുന്നൊന്നുമില്ല. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ലെണ്ണരുതെന്നാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇത് വന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്, മസ്കാര. അതും NYBയുടെ. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് മസ്കാര വാങ്ങിക്കുന്നത്. കാരണം അത്രയും നാളും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണെഴുതുന്ന ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐലാഷസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇതിൻ്റെ നല്ലൊരു തീരുമാനമായിരുന്നു, നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഡേംഡോക്കിൻ്റെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഇത് വന്നിട്ടൊരു അണ്ടർ ആം സ്പ്രേ ആണ്. പിന്നെ ഇത് വന്നിട്ടൊരു നിയാസിനമൈഡിൻ്റെ ഫേസർ. സോ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വന്നിട്ടൊരു ഫ്രീ ഗിഫ്റ്റായിരുന്നു. ഇത് ഗാർണിയറിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു കേട്ടോ. അത് വലിയ മോശമില്ലാത്തൊരു സൺസ്ക്രീൻ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.